റൗണ്ടില് ഒരു സൂപ്പർ സോങ്ങുമായിട്ട് നമ്മുടെ സെബക്കുട്ടി എത്തുന്നു. വെൽക്കം സെബ, മൂഡ് ഓൺ സ്റ്റേജ്. ഇതെന്താ രണ്ടുപേരൊക്കെ ആയിട്ട് നമ്മുടെ ഡ്യുവറ്റ് റൗണ്ട് ഒക്കെ തീർന്നില്ലേ? അത് തീർന്നതാ. പക്ഷെ വേറൊരു കാരണമുണ്ട്. എന്താ കാരണം? ബേസിൽ മാമൻ പുതിയൊരു ഹിന്ദി പടം ചെയ്യാന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ ഹിന്ദി അറിയില്ലാന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ ഇവനെ ഒരു ഹെൽപ്പിന് കൂട്ടിയതാ. ഇവൻ ബോംബെക്കാരനാണ്. ഹിന്ദിയും ഫ്ലുവന്റാ, മലയാളം ഫ്ലുവന്റാ. എന്നിട്ട് മോക്കറിയോ, ഹിന്ദി അറിയോ? അയ്യോ, എന്റെ അടുത്ത് ചോദിക്കരുത്, ഞാൻ അതിനല്ലേ ഇവനെ കൂട്ടി. സംസാരിക്കും. बेसिल मामा, मैंने सुना कि आपका एक नया हिंदी फिल्म का शूटिंग होने वाला है और आपको हिंदी नहीं आता है, तो मैं आज आपको हिंदी सिखाने के लिए इधर आया हूँ. आपको मेरे पर भरोसा नहीं होता है तो एक मलयालम फिल्म है कल्याण रामन मटे ചോറിന്റെ സീനറി. उसका एक डायलॉग मैं हिंदी में नरेट कर कर बताता हूँ. അങ്ങനെ കൊച്ചാക്കല്ലേട്ടോ. बताओ. भैया थोड़ा चावल चाहिए? नहीं. थोड़ा दाल के साथ खाने के लिए? नहीं बोला. थोड़ा छाछ के साथ खाने के लिए? मैं तुझसे अभी 100 बार बोला नहीं चाहिए. किधर से आया होगा ये बंदा? इधर आ, थोड़ा चावल दे, दही के साथ खाता हूँ. तुझसे अभी मैं 100 बार बोला ना चावल चाहिए. മലയാളത്തിൽ ചോറ് ചോറ് തന്നെ. मेरा अक्षर बदल नहीं गया ना. मैं चावल ही बोला ना. मैं पुराना जिम्नास्टिक हूँ. हर बार मैं ऐसे आकर पूछ नहीं सकता हूँ. मेरा रामन गुट्टी, मैं इससे 100 बार पूछा तुझे चावल चाहिए, तब इसकी माँ के घर मेरे घर के पास ही है और तब ये मुझसे ऐसे बोल रहा है. वाह अरे वाह. വന്നതൊരു പണിയായെന്ന് തോന്നുന്നു. ക്യൂ നിന്ന് പണി തോന്നുന്നു. ഈ മാവുള്ള മാവേലെ ഇതറിയെന്ന് പറഞ്ഞാൽ ബേസിലിന്റെ ടൈമാ. അപ്പൊ നമ്മൾ രണ്ടും പ്രതീക്ഷിക്കണം, അല്ലെങ്കിൽ ബേസിൽ ആരും മൈൻഡ് പോലും ചെയ്യില്ലല്ലോ. അതല്ലേ ഇതെങ്ങനെ എടുക്കുന്നു ഈ പബ്ലിസിറ്റി, ഈ ഒരു സ്റ്റാർഡം, ഈ സൂപ്പർ സ്റ്റാർ? സന്തോഷം. പിള്ളേര് വരെ വന്ന് ഹിന്ദി പഠിപ്പിക്കാൻ തുടങ്ങി. ബടിയ ചേട്ടാ അവസരം കൊടുക്കുന്നുണ്ടോ? അവസരോ? അതിനെ വന്നതാ. നോക്കട്ടെ. മാത്രമല്ല ഭയങ്കര ധൈര്യശാലിയും ധീരനുമാണ്. കാരണം ഇവൻ കാട്ടിൽ കൂടെ പോവായിരുന്നു കാറിൽ. ഇവന്റെ അച്ഛനും ഫാമിലി എല്ലാം. അപ്പൊ ഒരു ആന വന്ന് കുറുകയാണ്. നേരെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ആനയുടെ വാലങ്ങോട്ട് മാറ്റി സത്യമംഗലം കാട്ടി അതിന്റെ അടിയിൽ കൂടെ വണ്ടി എടുക്കാൻ പറഞ്ഞു. തുമ്പിക്കൈ വാലല്ല തുമ്പിക്കൈ അങ്ങോട്ട് മാറ്റിയിട്ട് വണ്ടി എടുക്കാൻ പറഞ്ഞു. വണ്ടി എടുത്ത് അപ്പുറത്ത് പോയിട്ട് തുമ്പിക്ക് ഒരു അടി അടിച്ചിട്ട് പോയ ആളാണ്. ശരിക്കും ആണല്ലേ? ആന എന്നിട്ടൊന്നും ചെയ്തില്ല. ഇല്ല, ആനയോ? ആന പെടുത്തു. പേടിച്ചു പോയി പാവാന. സത്യമായിട്ടും ശരിക്കും നടന്ന സംഭവം. സത്യമംഗലം കാട്ടില് ആന പിണ്ടത്തെ പോലെ നമുക്ക് പേടിയാ. ഇങ്ങനെയൊക്കെ ശരിക്കും അത് കടുവയായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? പൂച്ചയൊക്കെ ഞാൻ എടുക്കൂലേ, അതുപോലെ എടുത്തിട്ട്. പക്ഷെ അവൻ ഒറ്റയ്ക്ക് പറ്റില്ല, അച്ഛനും പിന്നെ അമ്മൂമ്മ ഭാഗവതവും വായിക്കും. ഇത് രണ്ടും ചേരുമ്പോഴേ ശക്തി കിട്ടുള്ളൂ. ശക്തി ഉണ്ട്. പ്രത്യേക സൂപ്പർ പവർ ആണ് ബേസിക്കലി. ചേട്ടാ ഇതുപോലെ പ്രേക്ഷകരെ കോരിത്തെരിപ്പിക്കുന്ന സീൻസ് മരണവാസിലുണ്ടോ? ഇതുപോലെ ഒരു സൂപ്പർ പവർ ഇല്ല. ഇതുപോലെ ഒരു സൂപ്പർ പവർ ഉള്ള സിനിമയല്ലേ മിന്നൽ മുരളി. അതൊക്കെ കണ്ടാണ് അവൻ ഇങ്ങനെ ഇൻസ്പിറേഷൻ. ഇതുപോലെ കോരിത്തെരിപ്പിക്കുന്ന സീനൊന്നും ഇതിന്റെ എഴുത്തുകാരൻ അവന് ഇതിനുള്ള കഴിവൊന്നുമില്ല. അത് അഭിനയിച്ച് അങ്ങനെ ആക്കാനുള്ള കഴിവ് ബേസിലായിട്ട് നന്നായിട്ട് എഴുതിയല്ലേ അഭിനയിക്കാൻ പറ്റും. നിങ്ങൾ തല്ലാൻ. ഇനി ഇവനെയൊക്കെ അടുത്ത സിനിമയിൽ വിളിക്കാൻ എഴുതാൻ നല്ല കഥയൊക്കെ എഴുതരും. ആ പറഞ്ഞതിനകത്ത് ജാവല് പോലും മനസ്സിലാകാത്ത പറഞ്ഞ പോലെ ബേസിൽ ഹിന്ദിയിലോട്ട് പോകണോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ ബേസിലിനെ നഷ്ടപ്പെടുമോ? ചുമ്മാ പിള്ളേരുടെ ഓരോ ആഗ്രഹങ്ങൾ അവര് പറയുന്നില്ല. ഇല്ല, സത്യത്തിൽ ഇല്ല. ശക്തിമാനെന്തോ ഇല്ല പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഒരു സസ്പെൻസ് ആയിട്ടല്ലേ ഒരു ദിവസം ഇങ്ങനെ ന്യൂസിൽ കാണാം. ബേസിൽ ചിരി ഇവിടെ ഇരുന്നൊരു ഞങ്ങളും ചിരിച്ചോണ്ടേ ഇരിക്കുക. ബേസിലിന്റെ ചിരി എനിക്ക് ഭയങ്കര ഇഷ്ടാ. മനുഷ്യന് നമുക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ ബേസിലിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടാൽ ഇങ്ങനെ വരും. എംജി സാറിന്റെ ചിരിയും അത്ര മോശമല്ല. ചാവലേ കഴിഞ്ഞോ? ठीक है सबा, अभी तुम गाना गाओ.
ആ, बेसिल मामा വന്ന मुझे കാര്യം बाहर നടക്കട്ടെ. നീ मिलना എന്തും വിളിച്ചാ ബേസിൽ മാമ മാത്രം അപ്പൊ സെബാമൂൺ हिंदू सर ഏത് പാട്ടാ പാടുന്നേ? अंबाड़ी पूंगुइले ആഹാ, വാവ്. സലീൽ ചൗധരി, വയലാർ സാറ്, പി സുശീലാമ്മ, ചിത്രം രാഗം. ഇയർ പറയും. 1975 1975. ഓൾ ദി ബെസ്റ്റ്. थैंक यू सर ഓൾ ദി ബെസ്റ്റ് മോളെ. ഓൾ ദി ബെസ്റ്റ്. All the best. അമ്പാടി പൂങ്കുയിലേ പാടുമഞ്ജന പൂങ്കുയിലേ അമ്പാടി പൂങ്കുയിലേ പാടുമഞ്ജന പൂങ്കുയിലേ
സെബക്കുട്ടി എന്താ സർ? അടിപൊളി, താങ്ക് യു സർ. നന്നായിട്ട് പാടി മോളെ കേട്ടോ. നല്ല എന്താണ് പഠിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. നന്നായിട്ട് പാടി. പിന്നെ കുറച്ച് ശ്രുതി, അതായത് എപ്പോഴും അതിന്റെ മേളിൽ പഞ്ചമൻ ടച്ച് ചെയ്യണം. പാടി ഓ ഒന്ന് പാടിക്ക്. അത് ഗ്ലൈഡ് വരണം. ഓ അവിടെ ഒരു തള്ളു വരണം. എന്റെ ഏതോ താരാരി കേട്ടൊരു. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇതിന്റെ അമ്പാടി പൂങ്കുയിലയുടെ സംഗതി ഉണ്ട് ലാസ്റ്റ്. അമ്പാടി പൂങ്കുയിലേ, അത് കറക്റ്റ്. അതൊക്കെ ഒന്ന് പോളിഷ് ചെയ്താൽ മതി. അപ്പൊ അടിച്ചു പൊളിച്ചു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സെബക്കുട്ടി, എന്താ മാം? ഞാൻ ആലോചിക്കായിരുന്നു കേട്ടോ, ഇവിടെ പിള്ളേര് പാടി പാടി പിള്ളേരുടെ ശബ്ദമൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. മോളുടെ സൗണ്ട് ഒക്കെ എന്താ രസം കേൾക്കാൻ ചക്കരെ, എന്ത് രസാണ്. ലാലാൽ ഓ ആ സംഭവം ആ സംഭവം മാത്രം അവിടെയാണ് എനിക്കൊരു ഇത് തോന്നിയത്. പക്ഷെ മോളിപ്പോൾ രണ്ടാമത് പാടിച്ചപ്പം അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ കുഹു 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 അതൊക്കെ ആ ഒരു സ്ഥലമെല്ലാം ശരിക്കും പറഞ്ഞാൽ ശ്രുതി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണ് അവിടെയെല്ലാം. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ സലിൽദയുടെ പാട്ടുകളിൽ ഒരുപാടുണ്ട്. ഈ അദ്ദേഹമൊക്കെ നോർത്ത് ഇന്ത്യക്കാരാണ്. അവിടെയൊക്കെ ഈ പൽട്ടാന്ന് പറയും. പൽട്ടാന്ന് പറയണത് ഈ സ്വരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സിഗ്സാഗ് സ്വരങ്ങൾ, നമ്മുടെ ഇവിടെ വക്രം എന്നൊക്കെ പറയും. അങ്ങനത്തെ സംഭവങ്ങൾ പാട്ടിലും ഒരുപാടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെയൊക്കെ പാട്ടുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ പിന്നെ ഏത് പാട്ട് വേണേലും പാടാൻ പറ്റും അല്ലേ? മോള് ആ സംഭവമൊക്കെ നന്നായിട്ട് എടുത്തു. അത് എനിക്ക് പൊതുവെ മോളിന്ന് പാടിയത് ഇഷ്ടപ്പെട്ടു കേട്ടോ മോളെ. താങ്ക് യു മാം. ഗോഡ് ബ്ലെസ് യു. സെബക്കുട്ടി, നല്ലൊരു സോങ് സെലക്ഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. എനിക്കെന്നല്ല, ഇപ്പൊ സലിൽ ചൗധരി ഹിറ്റ്സിൽ എടുക്കുവാണെങ്കിൽ തന്നെ എല്ലാവരുടെയും വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ഫേവറേറ്റ് സോങ്സ് വരും. ശരി, അതിന്റെ സംഗതികൾ പോലെ ഒരു വെറൈറ്റി. കറുത്ത ചന്ദ്രികയിൽ കാളിന്തി തീരത്തിൽ, ഇങ്ങനത്തെ ഒരു പ്രത്യേകമാണ് സലിൽദയുടെ മ്യൂസിക്കിലെ ചില പാട്ട്. അതൊക്കെ എന്ത് രസം. അവരുടെ നൊട്ടേഷൻ പെടുത്തിയ ഇതുപോലെ ഈ വക്രം കാണാൻ പാട്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം മ്യൂസിക് ഡയറക്ടർ സലിൽ ചൗധരിയാണ്, മാമനാന്ന്. മാമനാന്നാണ് പറയണേ. നമുക്കത് വിശ്വസിച്ചേ പറ്റും. മാമൻ എന്തെങ്കിലും എണീറ്റ് വന്നാൽ സത്യമല്ല എന്നൊന്ന് പറയണേന്നാണ് എന്റെ ഒരു അറിയാവോ. അത് എം ജി ചേട്ടന്റെ മാമനാണ്. ചൗധരി മാമനായിട്ട് ബംഗാളിയാണ്. എങ്ങനെയാ മനസ്സിലാവുന്നില്ല. കേട്ടിട്ടുണ്ട് ആണല്ലേ? പിന്നെ എനിക്കറിയുന്ന പരിചയമുണ്ടോ? അറിയാം. പിന്നെ എനിക്ക് അറിഞ്ഞൂടാതുണ്ട്. ചിലപ്പോ എന്റെ വിവരം ഇല്ലായ്മയായിരിക്കും. ആണ് ആരെന്നെ മറന്നാലും ബേസിൽ എന്നെ മറക്കരുത്. കാരണം ഞാനും ബേസിൽ ജീവിതത്തിൽ ആകെ ചെയ്ത ഒരു അബദ്ധം ഞാനായിരിക്കും. അതറിയില്ല. കുഞ്ഞിരാമാണ് എന്റെ ആദ്യത്തെ സിനിമയിൽ അത് ഞാൻ ബേസിൽ ഒരു സത്യം ചെയ്തതായിരുന്നു. ഞാനിത് എവിടെയും ഇനി വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കില്ല. അയ്യോ, ഇപ്പൊ ഓർമ്മിപ്പിച്ചത് നന്നായി. അത് കണ്ടപ്പോ അയ്യോ റിമിയെ കാണുമ്പോ പറയണമെന്ന് വേണ്ട. ബേസിൽ ഇപ്പൊ നല്ല രീതിയിൽ ഇനി ഭാവിയുടെ ഇപ്പൊ സൂപ്പർ സ്റ്റാർ ആണ്, സൂപ്പർ ഡയറക്ടർ ആണ്. എന്തിനാണ് ഒരു കളങ്കം ബേസിൽ? വേണ്ട, ആ ഒരു ചിത്പേര് വേണ്ട. ബേസിൽ അപാരം നല്ലൊരു ധൈര്യമാണ്, നല്ലൊരു ബേസിൽ എന്നെ എന്തെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തു. എന്തെങ്കിലും ഈ അപമാനം എനിക്ക് സഹിക്കാൻ പറ്റും. അടുത്ത ബേസിലിന്റെ ഹിന്ദി സിനിമയിൽ ശരിക്കും ഇപ്പോഴാണ് റിമിയെ കാണാൻ കുഴപ്പമില്ല. ആർക്കും മനസ്സിലാവും ഞാൻ ആരാന്നറിയില്ല. ഹിന്ദി അല്ലല്ല, ഹിന്ദി സ്റ്റാറിനെ പോലെയാണ് റിമി ഇരിക്കുന്നത്. എന്റെ പൊന്നിയേച്ചി, ക്യാരി ഓൺ മീനിങ്. സെബക്കുട്ടി തകർത്തടാ. നിനക്ക് എങ്ങനെ കോൺഫിഡൻസ് കൂടി വരുന്ന പറ. എന്റെ രഹസ്യം പറ. പണ്ട് കണ്ട സെബക്കുട്ടി അല്ലാതെ ബിന്നി ചേച്ചി വരെ പറയണു നല്ല കൂളായി, നല്ല ഹാപ്പിയായി, നല്ല ധൈര്യത്തോടെ പാടുന്നു, അറ്റംപ്റ്റ് ചെയ്യണു. ഇന്നെന്തോ സ്പെഷ്യൽ ബേസിലിനെ കണ്ടപ്പോ ഒരു സ്പെഷ്യൽ സന്തോഷം. ഏത് സിനിമയാണ് മനസ്സിൽ കിടന്ന് തത്തിക്കളിക്കുന്നത്? മിന്നൽ മുരളി. ശരി ബേസിൽ, നമ്മുടെ നന്നായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇവര് പറഞ്ഞ കൂടുതൽ എനിക്കൊന്നും കൂടുതൽ പറയാൻ അറിഞ്ഞൂടാ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അറിയാന്ന് പറഞ്ഞോണ്ടല്ലേ നമ്മൾ വിളിച്ചത്. പറഞ്ഞായിരുന്നല്ലോ. എന്നെ ഇവിടെ ജഡ്ജായിട്ടാണോ വിളിച്ചോണ്ടിരുന്നത്? അതെനിക്കറിയില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തരാരാ എന്നൊക്കെ പറയായിരുന്നു. പഠിച്ചിട്ട് വന്നേരം. ഇല്ല, നല്ല രസമുണ്ടായിരുന്നു. നല്ല കോൺഫിഡൻസും ഉണ്ടായിരുന്നു, നല്ല ആറ്റിറ്റ്യൂഡ് എല്ലാം നന്നായിട്ട് നല്ല രസമുണ്ടായിരുന്നു. കേട്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ബേസിൽ
ഒരു രണ്ടുപേരെ ആവാം. എന്ത് രണ്ടുപേര്? ഇഷ്ടപ്പെട്ട ഒരു രണ്ടുപേരെ. ഇല്ല ഓഹോ ഒരു ഹാ പാടിയിലും നമുക്ക് മനസ്സിലായി. രാവിലെ സാധകം ചെയ്തില്ല. ജസ്റ്റ് മിസ്സായിരുന്നു. എന്തിനും ചെയ്യുന്നതാ. റെഡി? നിങ്ങൾ കൂടെ പാടൂലേ? പിന്നെ നിങ്ങളുടെ ഒറ്റ ഉറപ്പില്ല ഞാൻ നമ്മൾ പാടും. തുടങ്ങും പിന്നെ മിണ്ടാണ്ടിരിക്കും. ശരി റെഡി ഓക്കെ. കര കാണാ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ, കര കാണാ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ, അറബി പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ, നളം നന്നലീണം പാടിവാ. കരകാണ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ, കരകാണ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ, അറബി പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ, ഇളം തെന്നലീണം പാടിവാ. താങ്ക് യു. ചേട്ടാ നമ്മുടെ മരണമാസിലെ പാട്ടുകളുണ്ടോ? ഉണ്ട്, പാട്ടുകളുണ്ട്. പാട്ടുകളുണ്ട്. 4 പാട്ട്. ബേസിലേട്ടൻ പാടിയിട്ടുണ്ടോ? ഇല്ല ആ റിസ്ക് അവരെടുത്തിട്ടില്ല. ആരാ സംഗീതവരാണ്? പുതിയ ഒരാളാ, ജയ് ഉണ്ണിത്താൻ. എഴുതിയത് വിനായക് ശശികുമാർ, മനു മഞ്ജിത്ത്. മനു മഞ്ജിത്ത്. ഓക്കെ. മലയാളി മങ്കീസ്. പുതിയ പിള്ളേരാ, പുതിയ ബാൻഡ്. അടിപൊളി. സോ സെപ്പക്കുട്ടി, हिंदी सर today we are giving you 99 out of 100. ആദ്യ ഒരു മരണമാസ് പൂക്കുട്ടി. ആ, അടിപൊളി. സെബക്കുട്ടി ഹാപ്പി അല്ലേ? ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ബൈ.